Okay. So once if you create a file or a presentation, the PowerPoint will help us to, or it will give a chance for us to many types, in many ways we can move our presentation around slides to see individual slides, a collection of slides and even a preview of your presentation. നമ്മുടെ ഓരോ സ്ലൈഡ്സും ഒരെണ്ണായിട്ടാണെങ്കിലും കാണാൻ പറ്റും, അല്ലെ ഗ്രൂപ്പായിട്ടും നമുക്ക് കാണാൻ പറ്റും. നമ്മള് പിന്നെ നമ്മുടെ പ്രസന്റേഷന്റെ ഒരു പ്രിവ്യൂ ഒക്കെ നമുക്ക് നേരത്തെ തന്നെ കാണാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രിവ്യൂ? പ്രിവ്യൂ മീൻസ് വാട്ട്? അതിന്റെ ഒരു കോപ്പി, ഒരു മോഡല്. ശരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. To change the view of a presentation, click on the View tab and then click on any of the 4 options available in the presentation view groups. So, if you want to change the view of presentation, first we have to click on View tab. View tab, like there is one option called the View tab. We have to click on the View tab on any of the 4 options available in the presentation. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, പേജ് 76 ഫസ്റ്റ് ചിത്രം നോക്കുക. ഷഹബാസ്, പ്ലീസ് പുട്ട് ഡൗൺ യുവർ പെൻ. What are you writing now? Okay, to change the view of presentation, click on the View tab. ഇവിടെ നോക്കിയ View ടാബില് കളർ, grayscale, black and white, color grayscale, like that way 4 options are there. Did you see that in the textbook? കണ്ടോ? പേജ് നമ്പർ 76, first picture 8.21. Jose, did you see that picture? Picture is not on the roof of the house. It is in the textbook. Look there. She is looking at the roof and she is sitting. കണ്ടോ? പിക്ചർ കണ്ടോ? ഇല്ല അല്ലേ? എനിക്കറിയാം നീ മേലോട്ട് നോക്കി പല്ലിയെ നോക്കി ഇരുന്നപ്പോഴേ ഇത് തന്നെയാണ് അവസ്ഥ. ടേക്ക് പേജ് നമ്പർ 76. പുസ്തകം ഉണ്ടോ? ആദ്യം അത് കേക്കട്ടെ. Do you have textbook with you? Yes. Did you take page number 76? ഇതൊക്കെ ഉണ്ട്. But she did not see the picture. എല്ലാം ഇതാണ്. Okay, see that picture. First picture in that page number 76. Did you see? കയ്യൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൊതുക് കടിക്കുന്നുണ്ട്. Again she is looking up. What is there? Unmute and say, please unmute. അമ്മ എടുത്തുണ്ട്. ഓടിച്ചു വിട്ടേ. ഓക്കെ, പിക്ചർ കണ്ടോ? ഇനി അമ്മേനെ നോക്കല്, അച്ഛനെ നോക്കല്, പല്ലിനെ നോക്കല്, പഴുതാരനെ നോക്കല്. You just look in your textbook and sit. Okay, and see there view. Did you see that view option? കണ്ടോ? കണ്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. വ്യൂ കണ്ടോ? കണ്ടു. ഓക്കെ, ആ എക്സ്പ്രഷൻ കണ്ടാ നീ ഈ പരിസരത്തേ ഇല്ല എന്നുള്ളത് തോന്നും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. വ്യൂ ടാബില് 4 ഓപ്ഷൻസ് ആർ ദർ. വ്യൂവിന്റെ താഴെ കണ്ടോ 4 എണ്ണം കിടക്കുന്നത്? ഒന്ന് വായിക്കാമോ ജോസി? നിന്നോട് തന്നെ ചോദിച്ച കുഞ്ഞെ. പ്ലീസ് അൺമ്യൂട്ട്. ഹോം ഫയൽ അതാണ് പറഞ്ഞത്. അല്ല, വ്യൂ കണ്ടോ? വ്യൂ റെഡ് മാർക്കിൽ ഇങ്ങനെ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നേ, VIEW വ്യൂ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മുത്തേ. ജോസി, സീ ദിസ് വ്യൂ കണ്ടോ? ഓക്കെ, അതിന്റെ താഴെ കണ്ടോ 2-3-4 ഓപ്ഷൻസ് കിടക്കുന്ന ഇവിടെ, കളർ എന്നൊക്കെ പറഞ്ഞിട്ട്. റീഡ് ഇറ്റ്. കളർ, ഗ്രേ സ്റ്റൈൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ ഓർ ഗ്രേ സ്കെയില്. ഇത്രയാണ് സംഭവം. ഇതിനാണ് ഇങ്ങനെ ഏതാണ് ഈ മേലോട്ടൊക്കെ നോക്കിയിരുന്നാലുള്ള പ്രശ്നമേ. ഓക്കെ, സോ
Click on any of the 4 options available in the presentation views group. Let us learn about the views. Normal view. സാധാരണ normal view എന്താണെന്ന് നോക്കാം. അതില് ഇവിടെ നോക്കുക ആ വ്യൂവിന്റെ താഴെ ഇവിടെ നോർമൽ വ്യൂ എന്ന് പറഞ്ഞ ഫസ്റ്റ് കണ്ടോ ബിഗിനിങ്ങില് നോർമൽ ആ നോർമൽ വ്യൂല് ഇൻ നോർമൽ വ്യൂ ദ സ്ക്രീൻ ഹാസ് 3 പാർട്സ്. എനിക്ക് തോന്നുന്നു ഞാൻ അതും നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നായിരുന്നു തോന്നുന്നു. ഈ സ്ക്രീൻ ഇങ്ങനെ ആക്കുന്നതൊക്കെ ജസ്റ്റ് കാണിച്ചോ ഇല്ലയോ എന്ന് ഞാൻ ഏതോ ഒരു ക്ലാസ്സിനെ കാണിച്ചായിരുന്നു. പക്ഷെ മറ്റേ ലാപ്പിലാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതും ക്ലിയർ ഇല്ല അതിനകത്ത്, അതുകൊണ്ടാണ്. ഓക്കെ, നോർമൽ വ്യൂ ഹാസ് 3 പാർട്സ്. ആ വിൻഡോസിന് എത്ര പാർട്സ് ഉണ്ട്? സ്ക്രീനിന് 3 പാർട്സ് ഉണ്ട്. ആ പേജ് 8ന്റെ ഫിഗർ 8.22 നോക്കുക. 3 പാർട്സ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഔട്ട്ലൈൻ സ്ലൈഡ്സ് പെയിന്. This pen has 2 tabs, outline tab and slide tabs. The outline tab displays the text on each slide, whereas the slides tab displays the slide as the thumbnails. Okay, ini first one, Rihan iduvare class karilla. Outline tabs text display ചെയ്യും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോർഷൻ. It will display the text portion. And whereas the slide tab എന്താണ് കാണുന്നത്? Slides as thumbnails ആയിട്ട് കാണാൻ പറ്റും. You can use scroll bars in this pane to move around between slides. നമുക്ക് ഈ സ്ക്രോൾ ബാർ എന്ന് പറയുമ്പോൾ സൈഡിൽ ഒരു സാധനം നമുക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ അത് ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ബട്ട് അല്ലെ ഈ ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല. നമ്മള് മറ്റേ ലാപ്ടോപ്പിൽ എപ്പോഴെങ്കിലും ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരിക്കൽ ചെയ്ത് കാണിക്കാം. സ്ക്രോൾ ബാർ ഒക്കെ എന്താണെന്ന് ഇങ്ങനെ താഴേക്ക് വലിച്ചു അല്ലെ മുകളിലോട്ട് നമുക്ക് ഓരോന്ന് കാണണമെങ്കിൽ ന്യൂ വൺസ് കാണണമെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ നമ്മള് സ്ക്രോൾ ബാർ ഉപയോഗിച്ച് you can use the scroll bars in this pane to move around between slides. You can click on any slide on this pane. അപ്പൊ നമുക്ക് കുറെ സ്ലൈഡ്സ് ഉണ്ടെങ്കിൽ ഈ സ്ക്രോൾ ബാർ ഇങ്ങനെ നീക്കി താഴത്തെ മുകളിലത്തെ നമുക്ക് സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഏതിൽ വേണേലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ്സ് കുറെ ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. You can use the scroll bars in this pane to move around between slides. You can click on any slide on this pane and the slide will magically appear on the slide pane. ഇപ്പൊ ഞാനിപ്പോ ഈ കമ്പ്യൂട്ടറിൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഫോണിൽ അറ്റൻഡ് ചെയ്യുന്നവരും ലാപ്ടോപ്പിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. യു ക്യാൻ സീ 3 of your friends photo now on the mobile phone. അല്ലെ? ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ 3 കുട്ടികളുടെയും ടീച്ചറിന്റെയും ഫോട്ടോ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ചിലരുടെ വലിയ ഫോൺ ഉണ്ട്, അതിൽ കൂടുതൽ കാണുമെന്ന് നിൽക്കത്തില്ല. മിനിമം 3 പേരുടെങ്കിലും ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. 3 അല്ല, ടോട്ടൽ 4 പേര്, ഒന്ന് ടീച്ചറിനെ അടക്കം അല്ലെ. അപ്പം എനിക്ക് വേണമെങ്കിൽ എനിക്ക് എന്റെ ഇപ്പൊ ലാപ്ടോപ്പിൽ 25 മെമ്പേഴ്സിനെ കാണാൻ പറ്റും. യു ആർ ഓൺലി 1 2 3 4 5 6 7 8 members are student. 9th one Rihan also is there. 9 students are attending and plus mine. ഇത്രയും പേരുടെ ഫോട്ടോ എനിക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ 25 കുട്ടികളെ വരെ നമുക്ക് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അതിൽ ഓരോ എണ്ണത്തിൽ എനിക്ക് ഇപ്പൊ സപ്പോസ് ഇവിടെ ഞാൻ കാണുന്നത് ലക്ഷ്മി പ്രിയ, സായകൃഷ്ണ, എഡ്വിന്, ഏഞ്ചല്, ജോസി, ഷഹബാസ, അതുല്, ഹന്ന, മുഹമ്മദ് റിഹാൻ is there, but I can't see his face and all. He has off the video. Okay, ഇപ്പൊ എനിക്ക് ഒരാളുടെ ഇങ്ങനെ കാണണമെങ്കിൽ ഞാൻ ഒരാളുടെ ഫോട്ടോ സപ്പോസ് നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ അവിടെ വന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യും. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ സ്ലൈഡ് ഷോയില് ലക്ഷ്മി പ്രിയയുടെ ക്ലിക്ക് ചെയ്തു. ഇതേപോലെ നമുക്ക് പോയിട്ട് സ്ലൈഡ്സ് നമ്മൾ കുറെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓട്ടോമാറ്റിക് സ്ക്രോൾ ചെയ്ത് നമുക്ക് വരാൻ പറ്റും. ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യാം. മാജിക്കലി ഇറ്റ് വിൽ അപ്പിയർ ഓൺ ദി സ്ലൈഡ് പെയിനിൽ എത്തും അത്. Slide area. The slide area displays a large views of the current slide. This is where the slides are created and edited. Normal view is slide area. Slide area displays a large view of current slide.
ചെറുതായിട്ട് കാണാൻ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോ at present which slide is opened. നമ്മള് ഈ ഇപ്പൊ നിലവില് ഏത് സ്ലൈഡാണ് ഓപ്പൺ ചെയ്തത് തന്നെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. This is where the slides are created and edited. അവിടെ വെച്ചാണ് നമ്മൾ ഈ സ്ലൈഡ്സിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ നടത്തണം എന്നറിയില്ല. പിന്നെ സൈഡിൽ ചെറുതായിട്ട് കണ്ടോ നമുക്ക് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? So when we click on the slide area, slide area click ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് we can see the bigger view of the current slide view, and there we will edit and create the slides. Next one is notes pad. This is where the speaker can write notes for himself. എവിടെയാണ് നമ്മള് നോട്ട്സ് ഒക്കെ എഴുതുന്നത്? ഞാൻ അതൊന്നൊരു ഒരിക്കൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. നോട്ട്സ് പാൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി റൂളായിട്ട് എന്നൊക്കെ എഴുതി കാണിച്ച ഓർമ്മയുണ്ടോ? These notes do not appear when the presentation is running. Presentation നടക്കുന്ന സമയത്ത് അത് ഡിസപ്പിയർ ആകത്തില്ല. ഓക്കെ, സ്ലൈഡ് ഒരു മിനിറ്റ്. Next, slide sorter view. Slide sorter views list small images of all your slides in order. The advantage of this view is that you can see more of your slides on the screen, and you can move, delete, edit, and recognize these slides with more ease. ഇവിടെ നിങ്ങൾക്ക് പേജ് 77 സ്ലൈഡ് സോർട്ടറിന്റെ ഫസ്റ്റ് പിക്ചർ ഉണ്ട്, കണ്ടോ? അതില് നാല് വിൻഡോസ് ആയിട്ടാണ് ചിത്രം തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിങ്ങളെ സ്ലൈഡ് സോർട്ടർ എന്നുള്ള ടോപ്പിക് തന്നോർത്ത് നോക്കുക. സ്ലൈഡ് സോർട്ടർ വ്യൂ ലിസ്റ്റ് സ്മോൾ ഇമേജസ് ഓഫ് ഓൾ യുവർ സ്ലൈഡ്സ് ഇൻ ഓർഡർ. നമ്മൾ ഉണ്ടാക്കിയ സ്ലൈഡിന്റെ എല്ലാ പിക്ചേഴ്സും ഓർഡർ അനുസരിച്ച് നമ്മളെ കാണിക്കും. ഇപ്പൊ നോക്കിയേ, എത്രയാണോ? 1 2 3 4 5 6 7 8 9 10 11 12 are there. 12 pictures are there. നമ്മൾ ഉണ്ടാക്കിയ അതിൽ ചിലതില് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, ചിലതിലെ പിക്ചേഴ്സ് കൂടിയുണ്ട്, ചിലതിൽ പിക്ചേഴ്സ് മാത്രമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, then the advantage of this view is that you can see more your slides on the screen, and you can move, delete, edit, and reorganize these slides with more ease. നമ്മൾ ഉണ്ടാക്കിയ ഓർഡർ അനുസരിച്ച് തന്നെ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഷഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഫസ്റ്റ് കിടക്കുന്നത് സെക്കൻഡ് കിടക്കുന്നത് നമുക്ക് തേർഡിലോ ഫോർത്തിലോ ഒക്കെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഷഫിൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇഫ് യു വാണ്ട് യു ക്യാൻ ഡിലീറ്റ് ഇറ്റ്, യു ക്യാൻ എഡിറ്റ് ഇറ്റ്, വാട്ട് എവർ വി വാണ്ട് വി ക്യാൻ ഡു ദർ. നമുക്ക് എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും അതുപോലെ റീഓർഗനൈസിനും മൂവും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഓപ്ഷൻ, നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നതിൽ നമ്മൾ ഫസ്റ്റ് ആക്കിയത് ഏതാണോ അതാണ് ആദ്യം വരുന്നത്. അതിൽ ഇനിയിപ്പം നമ്മൾ ചിലപ്പം ലാസ്റ്റത്തെയാണ് ആദ്യമേ ഉണ്ടാക്കി വെച്ചെങ്കിൽ നമുക്ക് മാറ്റണമെങ്കിൽ വി ക്യാൻ മൂവ് ദാറ്റ് പൊസിഷന്, ഓർ വി ക്യാൻ ഡിലീറ്റ് ഇറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നമുക്ക് അല്ലെങ്കിൽ മുഴുവനും വായിക്കണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണം, കുറച്ച് എന്താ പറയുന്നത്, എഡിറ്റിംഗ് മീൻസ് വാട്ട്, കറക്ഷനിങ്. If you want to do any correctioning for that, you can correct that. Okay. Next one is a note page. The note pane is located under the slide area. Notes that apply to the current slide can be typed here. Notes page view displays the notes in full page format. നമുക്കൊരു ചിത്രം എടുത്തു, ഇനി അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും നോട്ട്സും കൂടി വേറെ എഴുതാനും ഉണ്ടെന്നൊരില്ല, അതും നമുക്ക് ചെയ്യാൻ പറ്റും. നോട്ട് പേജ് വ്യൂ ഇതൊക്കെ എനിക്ക് തോന്നുന്നു നോട്ട് പേജസിന്റെ ഇതിലൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു തന്നു. നോട്ട് പെയിനും നോട്ട് പേജും ഉണ്ടല്ലേ ചെയ്ത് കാണിച്ചു തന്നാന്ന് തോന്നുന്നു. 4 എടുത്തിട്ട് ഒരെണ്ണത്തിൽ ട്രൂ ലൈറ്റ് എന്ന് എഴുതി ഒരെണ്ണത്തിൽ ഒരു പിക്ചറും ഒക്കെ വെച്ചിട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിലല്ലേ ഇത് ചെയ്തതാ? ഇല്ലേ? എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ നീ ഉണ്ടായിരുന്ന മുത്തേ? ഉണ്ടായിരുന്നോ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ? ഓക്കെ, നമുക്കിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഇതിനകത്തൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ക്ലാസ് ഈസ് റെക്കോർഡിംഗ് എന്നാ ഇവിടെ റെക്കോർഡിംഗ് കാണിക്കുന്നത്. ക്ലാസ് ഈസ് നോട്ട് റെക്കോർഡിംഗ് വിട്ടിട്ടുണ്ട്, അവിടെ കാണിക്കുന്നില്ലേ? ഇല്ല, ഇവിടെ റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, സാരമില്ല. ഞാൻ ആദ്യം മിസ് റെക്കോർഡ് ചെയ്യാതെ ക്ലാസ് എടുത്തപ്പോ അയച്ച മെസ്സേജ്. ഓ അതെയോ, ശരി.
നെക്സ്റ്റ് റീഡിംഗ് വ്യൂ. ഇനി ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്ന്. റീഡിംഗ് വ്യൂ ഇസ് സ്മോൾ സിമിലിയർ ടു സ്ലൈഡ് ഷോ വ്യൂ. സ്ലൈഡ് ഷോ കാണുന്നത് പോലെ തന്നെ മുകളിൽ നമ്മൾ പറഞ്ഞ സ്ലൈഡ് സോർട്ടഡ് വ്യൂ പോലെ തന്നെ നമുക്ക് റീഡിംഗ് വ്യൂവും കാണാൻ പറ്റും. ദ സ്ലൈഡ് ഈസ് റീഡിംഗ് വ്യൂ ഈസ് മോർ ഷോൺ ഇൻ ഫുൾ സ്ക്രീൻ ബട്ട് ദ പവർ പോയിന്റ് ടൈറ്റിൽ ബാർ സ്റ്റാറ്റസ് ബാർ ആൻഡ് ടാസ്ക് ബാർ ആർ ഓൾസോ ഡിസ്പ്ലേഡ് ഓൺ ദി സ്ക്രീൻ. അപ്പൊ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിയാൽ രണ്ടാമത്തെ റീഡിംഗ് വ്യൂവിലെ മൂന്നാമത്തെ ചിത്രം പേജ് 77 മൂന്നാമത്തെ പിക്ചർ, തേർഡ് പിക്ചർ. In that PowerPoint title bar, status bar and task bar also displayed on the screen. Screen നമുക്ക് താഴെ നോക്കിയേ അതിന്റെ അതായത് ആ പിക്ചറിന്റെ താഴെ ഇങ്ങനെ ഗ്രീൻ കളറിലൊക്കെ ആയിട്ട് here. Okay. Title bar, task bar and status bar. The ribbon and the slides outline pane are not visible. പക്ഷേ എല്ലാം അതിനകത്ത് കാണാൻ പറ്റില്ല, മുകളിലുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് സ്ലൈഡ് ഷോ വ്യൂ. ഇത് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റുമായിരുന്നു, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയർ എന്താ പറഞ്ഞ മോനെ? Slideshow view. Slideshow view displays your slides in the full screen mode, so you can easily see how they look. To view the slides in this way, click on slideshow. അപ്പൊ നമുക്ക് എന്താ ചിത്രം 8.26 തന്നിട്ടുണ്ട്. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ലാസ്റ്റ് പിക്ചർ ആണ്. പേജ് നമ്പർ 77 ലാസ്റ്റ് പിക്ചർ. ക്ലിക്ക് ഓൺ ദാറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. Then from the starter slideshow group commands, click from beginning from current slide. ഇനി അവിടെ beginning from current slide എന്ന് പറഞ്ഞുകൊണ്ട് 8.27 slideshow view. From beginning or from current slide. ചില ലാപ്പില് from beginning കാണും, ചിലതിനകത്ത് from current slide കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എനിക്ക് മറ്റേ കമ്പ്യൂട്ടർ എങ്ങനെയും കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇതിങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചാൽ ക്ലിയർ ആയിട്ട് എല്ലാം മനസ്സിലാകുമായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ പേജ് നമ്പർ 78 സെക്കൻഡ് പിക്ചർ ഈസ് നോർമൽ റീഡിംഗ് വ്യൂ, സ്ലൈഡ് സോർട്ടർ ആൻഡ് സ്ലൈഡ് ഷോ. അതിന്റെ ആ ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ, ലോഗോ പോലെ. ഓക്കെ. നെക്സ്റ്റ് ടൈം ആ മറ്റേ കമ്പ്യൂട്ടറില് അതിലും കുറച്ച് ചെയ്യുമ്പോഴത്തേനും അതങ്ങോട്ട് ഓഫ് ആയി പോകും. അത് പവർ പോയിന്റ് ഒന്നും വർക്ക് ആവുന്നില്ല ശരിക്കും, അതുകൊണ്ടാണ് പ്രശ്നം. Okay, we will wind up the class now. Bye. Bye.